യെശയ്യാ 9:11 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് യഹോവ രസീൻ്റെ വൈരികളെ അവൻ്റെ നേരെ ഉയർത്തി, അവൻ്റെ ശത്രുക്കളെ ഇളക്കി വിട്ടിരിക്കുന്നു. ആരോമ്യർ കിഴക്കും ഫെലിസ്യർ പടിഞ്ഞാറും തന്നെ. അവർ ഇസ്രായേലിനെ വായി പിളർന്ന് വിഴുങ്ങിക്കളയും. ഇതെല്ലാം കൊണ്ട് അവൻ്റെ കോപം അടങ്ങാതെ അവൻ്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. എന്നിട്ടും ജനം തങ്ങളെ അടിക്കുന്നവയിലേക്ക് തിരിയുന്നില്ല, സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിക്കുന്നതുമില്ല. അതുകൊണ്ട് യഹോവ ഇസ്രായേലിൽ നിന്ന് തലയും വാലും പമ്പപ്പട്ടയും പോട്ടപ്പുല്ലും ഒരു ദിവസത്തിൽ തന്നെ ഛേദിച്ചു കളയും. മൂപ്പനും മാന്യപുരുഷനും അങ്ങനെ തന്നെ. അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാൽ. ഈ ജനത്തിൽ നടക്കുന്നവർ അവരെ തിരിച്ചു കളയുന്നു. അവരാൽ നടക്കപ്പെട്ടിരിക്കുന്നവർ നശിച്ചു പോകുന്നു. അതുകൊണ്ട് കർത്താവ് അവരുടെ യൗവനക്കാരിൽ സന്തോഷിക്കുകയില്ല. അവരുടെ അനാഥമാരോടും വിധവമാരോടും അവന് കരുണ തോന്നുകയുമില്ല. എല്ലാവരും വഷളന്മാരും ദുഷ്കർമ്മികളും ആകുന്നു. എല്ലാവരും ഭോഷത്വം സംസാരിക്കുന്നു. ഇത് എല്ലാം കൊണ്ടും അവൻ്റെ കോപം അടങ്ങാതെ അവൻ്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. ദുഷ്ടത തീ പോലെ ജ്വലിക്കുന്നു, അത് മുള്ളും ദഹിപ്പിക്കുന്നു. വനത്തിലെ പള്ളക്കാടുകൾ കത്തുന്നു, പുകത്തൂണുകളായി ഉരുണ്ടുപൊങ്ങും. സൈന്യങ്ങളുടെ യഹോവ കോപം നിമിത്തം ദേശം ദഹിച്ചു പോകുന്നു. ജനം തീക്കിരയായിരിക്കുന്നു. ഒരുത്തനും തൻ്റെ സഹോദരന്മാരെ ആദരിക്കുന്നില്ല. ഒരുത്തൻ വലത്തുഭാഗത്ത് കടിച്ചു പറിച്ചിട്ട് വിശന്നിരിക്കും, ഇടതുഭാഗം തിന്നും, തൃപ്തി വരികയുമില്ല. ഓരോരുത്തരും താൻ്റെ ഭുജത്തിൻ്റെ മാംസം തിന്നുകളയുന്നു. മനുഷ്യ എഫ്രയീം മനുഷ്യൻ തന്നെ. അവർ ഇരുവരും യഹൂദയ്ക്ക് വിരോധമായിരിക്കുന്നു. ഇതെല്ലാം കൊണ്ടും അവൻ്റെ കോപം അടങ്ങാതെ അവൻ്റെ കൈ ഇനിയും നീട്ടിയിരിക്കും.